നടിയെ ആക്രമിച്ച കേസിൽ പ്രതി പൾസർ സുനിയുടെ ജാമ്യ വ്യവസ്ഥകളിൽ കോടതി ഇന്ന് വാദം കേൾക്കും. വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുന്നത്. പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഇന്നലെ പ്രതിഭാഗം സുപ്രീം കോടതി ഉത്തരവ് വിചാരണ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, നടിയെ ആക്രമിച്ച കേസ് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. പൾസർ സുനിയുടെ ജാമ്യ വ്യവസ്ഥകളിൽ കോടതി ഇന്ന് വാദം കേൾക്കുന്നുണ്ടല്ലോ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, പൾസർ സുനിക്ക് മേലുള്ള ജാമ്യ വ്യവസ്ഥകൾ എത്രമാത്രം കർശനമായിരിക്കും എന്നത് തന്നെയാണ് ഇനി അറിയാനുള്ളത്. ഇത് സംബന്ധിച്ച വിശദമായ വാദമാണ് ഇന്ന് കേൾക്കുന്നത്. സുനിയുടെ കാര്യത്തിൽ കടുത്ത ജാമ്യ വ്യവസ്ഥകൾ വേണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ നടക്കുന്ന വാദത്തിലും ഇക്കാര്യം തന്നെ വ്യക്തമാക്കും. എന്നാൽ പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നതിന് മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി കോടതിയെ അറിയിക്കുകയും അതിൽ ജാമ്യം ലഭിക്കുകയും വേണം. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന കേസ് പൾസർ സുനിയുടെ പേരിലുണ്ട്. ഈ കേസിൽ ജാമ്യം ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു മോഷണ കേസിൽ കോട്ടയത്ത് നടന്നിട്ടുള്ള മുമ്പ് പൾസർ സുനി ഉൾപ്പെട്ട ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടും ആ കേസിലും ജാമ്യം ലഭിക്കേണ്ടതുണ്ട്. ഇത്തരം നടപടികൾ പൂർത്തിയാക്കി മാത്രമായിരിക്കും പൾസർ സുനിക്ക് പുറത്തിറങ്ങാനാവുക. 7 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. നേരത്തെ പലതവണ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കേസിന്റെ ഗൗരവം കണക്കാക്കി പൾസർ സുനിക്ക് മുഖ്യപ്രതിയായ 1-ാം പ്രതിയായ പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തുടർ നടപടികൾ, വിചാരണ നടപടികൾ അടക്കം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ പൾസർ സുനി അക്കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് വിചാരണ നടപടികൾ നീളുന്ന പശ്ചാത്തലത്തിൽ ഇനിയും റിമാൻഡ് തടവുകാരനായി തുടരുന്ന സാഹചര്യം ഉണ്ടാകേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. എന്നാൽ മാധ്യമങ്ങളോട് സംസാരിക്കരുത്, കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തുവിടരുത് എന്നതടക്കമുള്ള കർശന ജാമ്യ വ്യവസ്ഥകളോടെയായിരിക്കും പൾസർ സുനിക്ക് വിചാരണ കോടതി ജാമ്യം അനുവദിക്കുക എന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയത് അനുസരിച്ച് വിചാരണ കോടതിക്ക് നടപടികൾ സ്വീകരിക്കാം. എന്തെല്ലാം ജാമ്യ വ്യവസ്ഥകളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിചാരണ കോടതിക്ക് തന്നെ, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് തന്നെ പരിഗണിക്കാം എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2017 ഫെബ്രുവരി 17-നാണ് നടിയെ ആക്രമിച്ച കേസ് ഉണ്ടാകുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വരികയായിരുന്ന നടിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രമം നടത്തി എന്നതടക്കമുള്ള പരാതികളിലായിരുന്നു കേസ് എടുത്തത്. പൾസർ സുനിയാണ് കേസിലെ 1-ാം പ്രതി. ഒപ്പം തന്നെ കൊരട്ടി സ്വദേശിയായ മാർട്ടിൻ ആന്റണി, ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള സലീം, കണ്ണൂർ സ്വദേശികളായ പ്രദീപ്, വിജീഷ്, തമ്മനം സ്വദേശി മണികണ്ഠൻ, ഇരിട്ടി സ്വദേശി ചാർലി തോമസ് എന്നിവരും നടൻ ദിലീപ് 8-ാം പ്രതിയുമാണ്. 2017 ജൂലൈ 10-നായിരുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഏറെക്കാലം റിമാൻഡിൽ തുടർന്നതിനു ശേഷം ദിലീപിന് ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ പൾസർ സുനിക്ക് മറ്റു പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും പൾസർ സുനിക്ക് ഈ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ജാമ്യം ലഭിച്ചിരുന്നില്ല. അതടക്കം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് കർശന ജാമ്യ വ്യവസ്ഥകളോടെ ഇപ്പോൾ പുറത്തിറങ്ങാനുള്ള സാഹചര്യം വന്നിരിക്കുന്നത്. എന്നാൽ പുറത്തിറങ്ങുന്ന പൾസർ സുനി ഈ കേസുകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രതികരണങ്ങൾ നടത്തും, അല്ലെങ്കിൽ എന്തൊക്കെ വെളിപ്പെടുത്തലുകളായിരിക്കും നടത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കർശന ജാമ്യ വ്യവസ്ഥകളോടെ തന്നെയായിരിക്കും പൾസർ സുനിക്ക് ജയിൽ മോചിതനാകാൻ കഴിയുക. വിനോദ്, തീർച്ചയായും നടി ആക്രമിച്ച കേസിൽ പ്രതി പൾസർ സുനിയുടെ ജാമ്യ വ്യവസ്ഥകളിൽ എന്തെല്ലാം ഇളവ് നൽകണം എന്നുള്ള കാര്യത്തിൽ കോടതി ഇന്ന് വാദം കേൾക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.